സി എക്സാംസിലേക്കുള്ള ലാസ്റ്റ് ഫ്യൂ ഡേയ്സിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ റിമൈനിങ് ഡേയ്സ് വളരെ ക്രൂഷ്യലാണ്. ഈ മൊമെൻറ്റിലാണ് നമ്മൾ തന്നെ ഡൗട്ട് അടിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് മൈൻഡിൽ വരിക. ഞാൻ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എക്സാംസിന് വേണ്ട പോലെ എൻ്റെ പ്രിപ്പറേഷൻസ് ആയിട്ടില്ല എന്നൊക്കെ. ബട്ട് ട്രസ്റ്റ് മീ, ഈ ഫീലിംഗ് ഒക്കെ നോർമലാണ്. ആൻഡ് ഇൻഫാക്ട് ഈ ഫീലിംഗ് വരണം. ദാറ്റ് ഷോസ് ദാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് വാട്ട് ആർ യു സപ്പോസ് ടു ഡു? സി, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ ആ എക്സാം പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നില്ല. ഒരു ക്രൈറ്റീരിയ തന്നെ ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, നല്ല ടെക്നിക്കലായിരിക്കും. ഒരു 15 to 20 മാർക്സിൻ്റെ, വിച്ച് നോർമലി ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് വരും ചെയ്യുക. ഏകദേശം ഒരു 60 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒരു ആവറേജ് ലെവലിലുള്ളതും ഉണ്ടാവും. പിന്നെ ഒരു 15-20 മാർക്സിൻ്റെ ഒക്കെ ഈസി ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ ബി പോസിറ്റീവ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ RTP, MTP ഇഫ് ഇറ്റ് ഓൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നല്ല ടെക്നിക്കൽ കാണുകയാണെങ്കിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് ഈ പാറ്റേണിൽ വരണം എന്നുള്ള ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇനി നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇൻ്റർമീഡിയറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന്. ഫൗണ്ടേഷനിൽ നമുക്ക് MCQ ഉണ്ട്. ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ഓഫ് വ്യൂന്ന് നമുക്ക് ഒറ്റ പേപ്പറിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നമ്മൾ എഴുതുന്ന ഓരോ സ്റ്റെപ്സിനും നമുക്ക് മാർക്സ് ഉണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങൾ പ്രസൻറ്റേഷൻ നിങ്ങൾ മാക്സിമം നല്ല വൃത്തിക്ക് കൊടുത്തു എന്നുള്ളത്. എഴുതുന്ന അസംഷൻസ്, വർക്കിംഗ് നോട്ട്സ് എല്ലാം പ്രോപ്പറായിട്ട്, അല്ലാതെ ഫൈനൽ ആൻസർ മാത്രം കറക്റ്റായ മാത്രമേ മാർക്ക് വരുള്ളൂ എന്നുള്ള ഫാക്ടർ ഇല്ല. റിമൈനിങ് ഡേയ്സ് വാട്ട് ആർ വി സപ്പോസ് ടു ഡു? നമ്മൾ ഐ വുഡ് സജസ്റ്റ് കുറേ പുതിയ ടോപ്പിക്സിൻ്റെ പിന്നാലെ പോവാതെ നിങ്ങളെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏരിയാസ് ഒന്ന് പോളിഷ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ മുന്നേ പഠിച്ചപ്പോൾ ഉണ്ടാക്കിയ നോട്ട്സ്, തിയറി സബ്ജക്ട്സിൻ്റെ കേസിലാണെങ്കിൽ ഉണ്ടാക്കിയ ചാർട്ട് നോട്ട്സ്, കീവേഡ്സ് കാര്യങ്ങൾ ഫുള്ള്, പ്രാക്ടിക്കൽ പേപ്പേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, നിങ്ങൾ മുന്നേ വരുത്തിയ മിസ്റ്റേക്സ് കാര്യങ്ങൾ ആ ഏരിയാസ് ഫോക്കസ് ചെയ്യുക. സോ ദാറ്റ് യുവർ ഫോക്കസ് ഷുഡ് ബി ആ എക്സാമിൻ്റെ ഇടയിലുള്ള 1.5 ദിവസം. ഇഫ് യു ഫീൽ ലൈക്ക് ഈ ഡേയ്സ് സഫീഷ്യൻ്റ് അല്ല, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അങ്ങനത്തെ ടൈം വരാൻ പോവാണ്, 1.5 ദിവസം വരാൻ പോവാണ്. ആൻഡ് ബിലീവ് മീ, ആ 1.5 ദിവസത്തിലും നിങ്ങൾ ഈ പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. So remaining whatever days are there, you have to focus that 1.5 days that is going to come and നിങ്ങളെ സ്റ്റഡീസ് അക്കോർഡിംഗ്ലി മുന്നോട്ട് കൊണ്ടുപോകണം. ഫ്രണ്ട്സിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ കുറേ ഒപ്പീനിയൻസ് വരും, കുറേ സജഷൻസ് വരും. ആ ടോപ്പിക്ക് നോക്കിയില്ലേ, ഈ മെറ്റീരിയൽ വെച്ചിട്ടല്ലേ പഠിച്ചത്, അതെന്തായാലും പഠിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ ഫാക്കൽറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ ചിലപ്പോൾ കുറേ ഫ്രണ്ട്സ് കുറേ കാര്യങ്ങൾ പറയും. അതൊന്നും ഈ സമയത്ത് നെവർ മൈൻഡ് ആക്കുക. യു ഓൺലി ഫോക്കസ് ഷുഡ് ബി നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടോ, ദാറ്റ് ഇസ് മോർ ദൻ സഫീഷ്യൻറ്റ്. അതിൽ നിന്നേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്നുള്ള ആ ഒരു സ്ട്രോങ് ബിലീഫിൽ തന്നെ മുന്നോട്ട് പോവുക. യെസ്, ICAയുടെ സെക്ഷൻ വൈസ് വെയിറ്റേജ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടോളി. ഇഫ് നിങ്ങൾ ടോട്ടലി സ്കിപ്പ് ചെയ്തൊരു ടോപ്പിക്ക് അവിടെ ഹൈ വെയിറ്റേജ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. അത് ഡെപ്തിൽ നോക്കാതെ മേ ബി യൂട്യൂബിൽ എന്തെങ്കിലും മാരത്തോൺ വീഡിയോസോ അല്ലെങ്കിൽ അതിൻ്റെ റിവിഷൻ വീഡിയോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാക്കൽറ്റിയോട് ചോദിച്ചിട്ട് അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ നോക്കുക. ദാറ്റ് ഇസ് റിഗാർഡിങ് അത്രയും വെയിറ്റേജ് ഉള്ള ഏരിയാസിൽ. സാർ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നോട്ട്സ് ഉണ്ടാക്കിയ ആൾക്കാരെ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ലേ, നമ്മളാണെങ്കിൽ ഒരു തേങ്ങ ഉണ്ടാക്കിയിട്ടില്ല, നമ്മുടെ അടുത്ത് ഷോർട്ട് നോട്ടില്ല, ഒന്നുമില്ല. ഈവൻ ഇൻ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഈ അറ്റംപ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നിൽക്കല്ലേ. വി നെവർ നോ. ഈ അവൈലബിൾ ഡേയ്സ് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ ക്യാരി ഫോർവേഡും, നിങ്ങൾ ഈവൻ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ടഫായി പോയാലും വേറെ സബ്ജക്റ്റ് മാർക്സ് വെച്ചിട്ട് ക്യാരി ഫോർവേഡ് കിട്ടി പാസ്സാവാനുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ട്. സോ അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല ഈ റിമൈനിങ് ഡേയ്സ്. ഇനി ഒരു ഹോപ്പും ഇല്ല തോന്നുകയാണ് നിങ്ങൾക്ക്, ഒരു ഗ്രൂപ്പിനെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല തോന്നുകയാണെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്റ്റിന് എക്സംഷൻ രീതിയിലെങ്കിലും പഠിക്കുക. ഒരു ഫുൾ സബ്ജക്റ്റ് തന്നെ ഇപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം നമ്മുടെ കയ്യിൽ ഇപ്പോഴും സഫീഷ്യൻറ്റ്. ദാറ്റ് ഇസ് ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് കേട്ടോ. അതല്ലാതെ അതർവൈസ് ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് എക്സാമിൽ എക്സംഷൻ എയിമിനേക്കാൾ കൂടുതൽ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്യാനുള്ള എഫേർട്ട് ആയിരിക്കും ഒന്നുകൂടി നമുക്ക് കുറച്ച് കുറവ് ഇടാനുണ്ടാവുക ആസ് കമ്പയർ ടു എക്സംഷൻ സ്കോർ ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു നിലക്കും എല്ലാം പഠിക്കാൻ പറ്റുന്നില്ല, വേറെ ഒരുപാട് നിങ്ങൾ ബിയോണ്ട് യുവർ കൺട്രോൾ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇൻ ദാറ്റ് കേസ് എന്തായാലും സ്കിപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഒരു സബ്ജക്റ്റിന് എക്സംഷൻ എന്ന രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അടുത്ത അറ്റംപ്റ്റിലേക്ക് നിങ്ങൾക്ക് അത്രയും എഫേർട്ട് കുറഞ്ഞു കിട്ടുമല്ലോ. ഒരു 100% സാറ്റിസ്ഫാക്ഷനിൽ എക്സാം ഹാളിൽ പോകുന്ന സ്റ്റുഡൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. എത്ര നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ എന്തെങ്കിലും ഫാക്ടേഴ്സൊക്കെ മിസ് ഔട്ടായി പോയിട്ടുണ്ടാവും. നിങ്ങൾ ടോട്ടലി ക്ലൂലെസ് ആയിട്ടുള്ള ടോപ്പിക്സ് അറ്റ്ലീസ്റ്റ് ഐ വുഡ് സേ റാൻഡം ആയിട്ട് ICAയുടെ മെറ്റീരിയലുള്ള ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റിനിടയിലുള്ള ഇല്ലസ്ട്രേഷൻസ്, ICAയുടെ RTP, MTP, മോക്ക് ടെസ്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. ദാറ്റ് ഇസ് വെൻ നിങ്ങൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു തേങ്ങ അറിയില്ല എന്നുള്ള സിറ്റുവേഷൻ നിൽക്കുകയാണെങ്കിൽ ചെയ്യേണ്ട സംഭവം ഞാൻ പറയുന്നത്. അതർവൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യൽ കമ്പൽസറിയാണ്. ദ പോയിന്റ് ഐ എം ട്രൈങ് ടു സേ ഓവർ ഹിയർ ഇസ് ടോട്ടലി ബ്ലാങ്ക് ആണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇനി ഒരുപാട് റിസർച്ച് നടത്താതെ അറ്റ്ലീസ്റ്റ് ആ പാറ്റേണിലെങ്കിലും. ചിലപ്പോൾ കണക്ടിവിറ്റി കിട്ടില്ല എന്ന് വന്നേക്കാം, ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോൻ്റെ കേസിലാണെങ്കിൽ ചിലപ്പോൾ കമ്പനീസ് ആക്ട് ഒരു സീരീസ് ഓഫ് ചാപ്റ്റർ ആയിരിക്കും, ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഫെമ
അല്ലെങ്കിൽ അതറിലുള്ള ജനറൽ ക്ലോസ് ഇൻ്റർപ്രിട്ടേഷൻ ഇതിൽ അങ്ങനെയൊന്നുമില്ല. റാൻഡം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഓഡിറ്റിൻ്റെ കേസിൽ ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അതിന് ചിലപ്പോൾ നിങ്ങൾക്കൊരു കണക്ടിവിറ്റീൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ അക്കൗണ്ട്സ് ആസ് വെൽ. അല്ലെങ്കിൽ ടാക്സിൽ ഡിഫറെൻറ്റ് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ലോൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഞാൻ RTPൻ്റെ ഒരു ഡിസ്കഷൻ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സബ്ജക്റ്റിൽ വീക്കാണ് തോന്നുകയാണെങ്കിൽ ഇഫ് യു ഗോ ത്രൂ ദാറ്റ്, ഞാനതൊരു റിവിഷൻ എന്നുള്ള പാറ്റേണിലാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഓരോ ടോപ്പിക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ്, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ഒരുപാട് സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്തിട്ട് അങ്ങനത്തെ എക്സ്ട്രീം മെഷേഴ്സൊക്കെ എടുത്തിട്ട് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉറങ്ങുക, ബാക്കി അത്രയും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. അത് നിങ്ങളെ എക്സാം ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ സിറ്റുവേഷൻ വേഴ്സ് ആക്കിയുള്ളൂ. പ്ലസ് മേക്ക് ഷുവർ ഉച്ചക്ക് ഉറങ്ങണ ശീലമുണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ആ എക്സാം എഴുതുന്ന ടൈം 2 to 5 മേക്ക് ഷുവർ നിങ്ങൾ അലേർട്ടാണ്, അറ്റൻറ്റീവ് ആണ്. അതിനനുസരിച്ച് നിങ്ങളെ സ്ലീപ്പ് പാറ്റേൺ കാര്യങ്ങളൊക്കെ മാറ്റാനും നോക്കുക. പ്ലസ് നിങ്ങൾ ഞാൻ പറഞ്ഞ ചില മൈന്യൂട്ട് പോയിൻറ്റ്സ് ആയിട്ട് തോന്നിയേക്കാട്ടോ, പക്ഷേ ഇത് എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയ കേസിന് കാരണമുണ്ടാണ് ഞാനിത് പറയണത്. കാൽക്കുലേറ്റർ വിച്ച് എവർ യു ഗോയിങ് ടു യൂസ് ഫോർ എക്സാം അത് നിങ്ങൾ ഫെമിലിയർ ആണെന്നുള്ളത് ഇപ്പോൾ ഉറപ്പ് വരുത്തുക. നിങ്ങൾ ഓൾട്ടുഗദർ ഒരു പുതിയ പാറ്റേൺ കാൽക്കുലേറ്റർ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറെ പഴയ കാൽക്കുലേറ്റർ രണ്ടും എത്ര മാക്സിമം സെയിം ആക്കാൻ നോക്കുക. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എക്സാമിന് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാൽക്കുലേറ്ററുമായിട്ട് ഫെമിലിയർ ആക്കി കൊണ്ടുവരിക. ദീസ് ആർ ഓൾ ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് ടൈം സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പോണ ഫാക്ടേഴ്സാണ്. ദാറ്റ്സ് ഇറ്റ്. ഡു യുവർ ബെസ്റ്റ്. We will definitely achieve this exam, this attempt, inshallah. Bye.